ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഈ കഴിഞ്ഞ സൺഡേ, അതായത് ജനുവരി 18 നടന്ന CSEB പരീക്ഷയുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല മാറ്റമായിരുന്നു അല്ലെ? പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ചോദിച്ച രീതിയിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലെ? പിന്നെ വൊക്കാബുലറി ആണെങ്കിലും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടേബിളൊക്കെ കാണുമ്പോൾ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചു. ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, ചോദ്യത്തിന്റെ പാറ്റേണിലായിരുന്നു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, ഇതിന്റെ സൊല്യൂഷൻ എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കണം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് മീൻസ് റീകോൺസിലിയേഷൻ? എന്താണ് റീകോൺസിലിയേഷൻ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം? എന്താണ് റീകോൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ച് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു ഹാർമണിയിലേക്ക് കൊണ്ടുവരിക. അതാണ് റീകോൺസിലിയേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അല്ലെ? ഇനി ഓപ്ഷൻസ് നോക്കിക്കേ. ബൈഫർക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ്, ടോട്ടൽ കോസ്റ്റ് അതിന്റെ ബൈഫർക്കേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എന്താണ്, അതാണ് ബൈഫർക്കേഷൻ എന്ന് പറയുന്നത്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുക. യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏകീകരിക്കുക അല്ലെ? ആൻഡ് റിസ്റ്റോറേഷൻ ആണ് ആ ബന്ധം പുനഃസ്ഥാപിക്കുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഹാർമണിയോടുകൂടി പുനഃസ്ഥാപിക്കുക എന്ന അർത്ഥത്തിൽ ഏകദേശം മാച്ച് ആയിട്ട് വരുന്നത് ഈ ഒരു ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക. സോ റീകോൺസിലിയേഷന്റെ മീനിങ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി, റീസ്റ്റോറേഷൻ ആണ്. അടുത്തത്, പിക്ക് ഔട്ട് ദി കറക്റ്റ് നൗൺ ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ് ബ്രീഫ്. ബ്രീഫ് എന്ന വാക്കിന്റെ നൗൺ ഫോം ഏതാണ് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആണ്, പക്ഷെ വലിയ കൺഫ്യൂഷൻ ആവശ്യമില്ല. ബാക്കി വാക്കുകളുടെ അർത്ഥം നോക്കിയാൽ മതി. ബ്രീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമ്മറി, അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം, ഒരു സമ്മറി എന്നാണ് ആ ബ്രീഫിന്റെ അർത്ഥം. അതേസമയം ബ്രേവറി എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? ധൈര്യം അല്ലെ? ധൈര്യം എന്നാണ്. സോ ആ വാക്കല്ല. ബ്രൈബറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൈബ് മീൻസ് കൈക്കൂലി കൊടുക്കുക. ബ്രൈബറി അതുമായി ബന്ധപ്പെട്ടൊരു വേർഡാണ്. സോ അതുമല്ല. സോ വാട്ട് ഇസ് ബ്രൂവറി? ബ്രൂവറി എന്ന് പറഞ്ഞാൽ ബിയർ ഉണ്ടാക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ ബ്രൂവറി എന്ന് പറയുക. സോ അതുമല്ല. ഇവിടെ നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ, അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എത്താൻ പറ്റും. ബ്രിവിറ്റി ആണ് ഇവിടുത്തെ ഓപ്ഷൻ. പക്ഷെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇങ്ങനൊരു വാക്ക് നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അവിടെ ഒരു ഫെമിലിയാരിറ്റി കുറവ് വന്നത്. പക്ഷെ ഇതൊരു ടെൻഷൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ. പക്ഷെ ബാക്കി 3 ഓപ്ഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു പാനിക് അത്രേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, സോ ക്വസ്റ്റ്യൻസിൽ അടിപൊളി മാറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റമുണ്ട്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രീതിയിലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സെലക്ട് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി സ്റ്റേറ്റ്മെന്റ്. ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ. ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ. ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ് എങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ടാഗ്? ഷാൽ വി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കുട്ടികൾ പറയുന്ന ഒരു ചോദ്യമാണ്. ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ അവിടെ വരേണ്ടത് ഷാൽ വി ആണ്. സോ ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസ് ആണോ? ആൻസർ ഷാൽ വി വരണം. അത് നമുക്ക് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ കിട്ടുന്ന ഒരു ഉത്തരവാണ്. അടുത്ത നോക്കിക്കേ, ഇതാണ് നമ്മളൊന്ന് പാനിക് ആക്കിയത് സത്യം പറഞ്ഞാൽ അല്ലെ? ഒറ്റ നോട്ടത്തിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ഈ ടേബിൾ ഒക്കെ കാണുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് തന്നെയല്ലേ എന്നൊക്കെ കുട്ടികൾ ചിന്തിച്ചു പോയി. പക്ഷെ ഒന്നുമില്ല, ആ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. നോക്കിക്കേ, ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് മാച്ചസ് ദ മീനിങ് ഓഫ് ദ വേർഡ്. ദ മീനിങ് ഓഫ് ദ വേർഡ് എഗെയിൻസ്റ്റ് ദ കോളം എ വിത്ത് ദാറ്റ് ഓഫ് ദി വേർഡ് ഇൻ ദ എഗെയിൻസ്റ്റ് ബി. മീനിങ് എന്നൊരു വാക്കുണ്ട്. ഇവിടെ കുട്ടികൾക്ക് വന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ കുറച്ചുപേരെ കൺഫ്യൂസ് ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഡാമേജ്, ഡാമേജസ്. സോ പ്ലൂറൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ കുട്ടികൾ ചിന്ത എന്താണ്? ഇഞ്ചുറി, ഇഞ്ചുറി, ഇഞ്ചുറീസ്, അത് പ്ലൂറൽ ആണ്. ശരി, സമ്മതിച്ചു. കോസ്റ്റ്, കോസ്റ്റസിന് പ്ലൂറൽ ഉണ്ടോ? സി, മീനിങ് എന്ന അർത്ഥം പറയുന്നുണ്ട്. സിംഗുലർ, പ്ലൂറൽ ആ ഒരു മാച്ച് അല്ല അവർ ചോദിച്ചിരിക്കുന്നത്. മീനിങ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോ ഇഞ്ചുറി, ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്താ? കേടുപാട്. ഇഞ്ചുറിയും അതേ അർത്ഥം വരുന്ന വേർഡ് ഇഞ്ചുറിയാണ്, കോസ്റ്റ് അല്ല. ഓക്കെ, സോ ആൻസർ എന്താണ്? 1ഉം 3ഉം ആണ് അതുമായി ബന്ധപ്പെട്ട വേർഡ്. 2ഉം 3ഉം ഒരിക്കലും അല്ല അല്ലെ? 1ഉം 4ഉം അങ്ങനെയല്ല. ഇഞ്ചുറി, ഇഞ്ചുറീസ്, ഡാമേജ്, ഡാമേജസ്, സെയിം മീനിങ് വരുന്ന വാക്ക് അത് തന്നെയാണ് ശരിക്കും. അപ്പൊ കോസ്റ്റസ് എന്ന് പറയുന്ന വേർഡിന് എന്താ? മൾട്ടിപ്പിൾ സാധനങ്ങളുടെ കോസ്റ്റ് പറയുമ്പോൾ നമ്മൾ കോസ്റ്റസ് പറയാറുണ്ട്. ഇനി ഇറ്റ് കോസ്റ്റ് മൈ ലെഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില എന്റെ കാലാണ്. ശരിക്കും അതും ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറയാമെങ്കിലും ഈ ഒരു പ്ലൂറൽ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് വേണ്ട. ഇവിടെ ഡാമേജ്, ഡാമേജസിന് അർത്ഥം സെയിം ആയിട്ട് വരുന്നത് ഇഞ്ചുറി, ഇഞ്ചുറീസ് ആണ്. സോ അത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ വളരെ പാനിക് ആവാതെ സമാധാനത്തോടു കൂടി ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ ഉത്തരം കിട്ടും. ആ മീനിങ് ഓഫ് ദ വേർഡ് എന്നുള്ളതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കേട്ടോ. സോ ആൻസർ ഇസ് ഓപ്ഷൻ A, 1 and
3. അടുത്ത നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഏതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ്. അപ്പൊ അവിടെ എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ഒരു കോഡ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഊപ്സ് എന്ന കോഡ് ഓർക്കുക. എന്താണ് ഊപ്സ് എന്ന കോഡ് ഓർക്കുക? 1 ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ് എങ്കിൽ, 1 ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും വരണം. എന്ത് വരണം? പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും. നോക്കിക്കേ, 1 ഓഫിലാണ് എല്ലാ സെന്റൻസും തുടങ്ങുന്നത്. പ്ലൂറൽ സബ്ജക്റ്റ് വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. സോ 2 ഓപ്ഷൻ ഞാൻ വെട്ടി. ഇനി സിംഗുലാർ വെർബാണോ വന്നിരിക്കുന്നേ? ദാ ഇവിടെ പ്ലൂറൽ വെർബാണ് വന്നിരിക്കുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. 1 ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് വൺ ദി ഫസ്റ്റ് പ്രൈസ്. 1 ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ സിംഗുലാർ സബ്ജക്റ്റും 1 ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും. ഊപ്സ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. കണ്ടോ, പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ചൂസ് ദ വേർഡ് കറക്ട്ലി സ്പെൽഡ്. കറക്ട്ലി സ്പെൽഡ്. ഓൺട്രപ്രണർ, ഇന്റലിജൻഷ്യ, അക്കോമഡേഷൻ, ബോർജ്വാ. ഓക്കെ, സോ ഇവിടെ ആദ്യത്തിൽ ഓൺട്രപ്രണർ. നമുക്കിത് കാക്കുമ്പോൾ ഈ വേർഡ് ഒന്നും എനിക്ക് അറിയില്ലല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു നോക്കുമ്പോൾ തന്നെ കിട്ടും. ഇവിടെ TRE അല്ലേ വരണ്ടേ? അല്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. സോ ഇത് കറക്റ്റ്ലി സ്പെൽറ്റ് അല്ല. ഇനി ഇത് നമുക്ക് അറിയില്ല, വിട്ടേക്കുക. അടുത്തതിലോട്ട് പോവുക. അക്കോമഡേഷൻ എത്ര വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2M വേണം. സോ ഇതും ഇൻകറക്റ്റ് ആണ്. ഇനി ബൂജ്വ എന്ന് പറയുന്നതിന്റെ വേർഡ്സിന് വലിയ അർത്ഥമൊന്നും ഇല്ലെങ്കിലും അറിയില്ലെങ്കിലും 2 E വരില്ല എന്നുള്ളത് നമ്മുടെ മെമ്മറിയിൽ നമുക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. 2 E വരേണ്ട ആവശ്യമില്ല. IS വരെ മതി. സോ അതും തെറ്റാണ്. ഇത് തെറ്റാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബോധ്യം മാത്രം മതി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ഇന്റലിജൻസി ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ തെറ്റ് കണ്ടുപിടിക്കാൻ നോക്കുക. അതാണ് കുറച്ചും കൂടി എപ്പോഴും ആൻസറിലേക്ക് എത്തും. നമുക്ക് ഇതിന്റെ എല്ലാം ഉത്തരം കറക്റ്റ് ആയിട്ട് അറിയണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അടുത്തത് മാർക്ക് ദി ഇൻകറക്റ്റ് സെന്റൻസ് ഫ്രം ദി ഫോളോയിങ്. ഇതിൽ എന്താണ് ഇൻകറക്റ്റ് സെന്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് സെന്റൻസ്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ലാസ്റ്റിൽ തുടങ്ങാം. ദ സെക്രട്ടറി ആസ് വെൽ ആസ് ദി അസിസ്റ്റൻസ് ഈസ് പ്രസന്റ് ഇൻ ദി ഓഫീസ്. ദ സെക്രട്ടറി ആസ് വെൽ ആസ് ദി അസിസ്റ്റൻസ്. ആസ് വെൽ ആസ് വന്നു കഴിഞ്ഞാൽ എന്തിന് പ്രാധാന്യം കൊടുക്കണം? ആസ് വെൽ ആസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. അതായത് ഫസ്റ്റ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വേർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ സെക്രട്ടറി ആണ് ഫസ്റ്റ് സബ്ജക്ട്. എന്ത് വരും? നോക്കിക്കേ, സിംഗുലർ ആണ്, സിംഗുലർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെ? സോ നമ്മളോട് ചോദിക്കുന്ന ഇൻകറക്റ്റ് സെന്റൻസ് ആണ്. ദിസ് ഇസ് കറക്റ്റ്. അപ്പൊ അത് നമ്മൾ വിട്ടു. അപ്പൊ ഇത് ആൻസർ അല്ല. ഓക്കെ, ഇനി ദ ഇന്റർവ്യൂ വിൽ ബി ഹെൽഡ് ബിറ്റ്വീൻ 2 PM to 4 PM ടുമോറോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിറ്റ്വീൻ 2 PM to 4 PM എന്ന് പറയില്ല. ബിറ്റ്വീന്റെ കൂടെ വരുന്നത് എന്താണ്? ആൻഡ് ആണ്, 2 അല്ല. മനസ്സിലായോ? ബിറ്റ്വീൻ 2 PM and 4 PM ആണ്. സോ ആൻസർ ശരിക്കും പറഞ്ഞാൽ ഈ സെന്റൻസ് ആണ് ഇവിടെ തെറ്റ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതും ഇൻകറക്റ്റ് സെന്റൻസ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി ബാക്കി സെന്റൻസുകൾ കറക്റ്റ് ആണ്. ഇറ്റ് ഇസ് എ ഉട്ടോപ്പിയൻ പ്രപ്പോസൽ. ഐ ടുക്ക് ദ ടെസ്റ്റ് എ ഇയർ അഗോ. ഇതിലൊന്നും ഒരു മിസ്റ്റേക്കും ഇല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ദ ഇന്റർവ്യൂ വിൽ ബി ഹെൽഡ് ബിറ്റ്വീൻ 2 PM and 4 PM ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി അൺഗ്രാമാറ്റിക്കൽ സെന്റൻസ്. വീണ്ടും തെറ്റായ സെന്റൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അൺഗ്രാമാറ്റിക്കൽ സെന്റൻസ് ഇഫ് ക്ലോസ് ആണ്. 3 ടൈപ്പ് ഉണ്ട് ഇഫ് ക്ലോസിൽ. ഇഫ് ക്ലോസ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസ് വില്ലോ, ക്യാനോ, ഷാലോ, മേയോ വരണം. ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ ഇതിനെല്ലാം പാസ്റ്റ് ടെൻസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇത് വരണം. ലാസ്റ്റ് ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്ത് വരണം? വുഡ് അല്ലെങ്കിൽ വുഡോ ഷുഡോ എന്താന്ന് വെച്ചാൽ അത് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം വരണം. ഈ ബേസിക് ആയിട്ടുള്ള 3 കാര്യം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഇവിടെ നോക്കിക്കേ, ഇഫ് ഷീ സ്പീക്സ് ലൗഡർ. സ്പീക്സ് ലൗഡർ കറക്റ്റ് അല്ലേ? പ്രസന്റ് ടെൻസ് ആണ്. സോ ഇവിടെ വിൽ ഹിയർ വന്നു, അത് കറക്റ്റ് സെന്റൻസ് ആണ്. അപ്പൊ അത് ഓക്കെ. ആൻസർ അതല്ല. ഓക്കെ, ഇനി ഇഫ് ഷീ സ്പോക്ക് ലൗഡർ, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ദ ഓഡിയൻസ് വുഡ് ഹിയർ ഹെർ ബെറ്റർ. കറക്റ്റ് അല്ലേ? അവൾ ഓർക്ക് സംസാരിച്ചാൽ ഓഡിയൻസിന് കേൾക്കാൻ സാധിക്കും. പാസ്റ്റ് ടെൻസ് വന്നു, വുഡ് വന്നു. സോ ഇതും നമ്മുടെ ആൻസർ അല്ല. ഇനി സിയിലോട്ട് പോയേ, ഇഫ് ഷീ സ്പോക്ക് ലൗഡർ ദ ഓഡിയൻസ് വുഡ് ഹാവ് ഹേർഡ് ഹെർ ബെറ്റർ. വുഡ് ഹാവ് ഹേർഡ് വരണമെങ്കിൽ ഇവിടെ എന്ത് വരണം? ഇഫ് ഷീ ഹാഡ് സ്പോക്കൺ എന്ന് വരണമായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നാലേ അവിടെ എന്ത് വരാൻ പാടുള്ളൂ? വുഡ് ഹാവ് ഹേർഡ് വരാൻ പാടുള്ളൂ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്
കാരണം അതാണ് അൺഗ്രാമാറ്റിക്കൽ സെന്റൻസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇഫ് ഷീ ഹാഡ് സ്പോക്കൺ ലൗഡർ ദ ഓഡിയൻസ് വുഡ് ഹാവ് ഹേർഡ് ഹെർ ബെറ്റർ. ഇത് കറക്റ്റ് സെന്റൻസ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റേതാണെന്നാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ചൂസ് ദി ഓപ്ഷൻ ദാറ്റ് ബെസ്റ്റ് റിപ്പോർട്ട്സ് ദി ഫോളോയിങ് ഡയറക്റ്റ് സ്പീച്ച്. ഇതും ഉദ്യോഗാർത്ഥികളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ടീച്ചർ സെഡ് ടു ദി സ്റ്റുഡൻസ് ഡു ദി എക്സസൈസ് അറ്റ് ഹോം. കുട്ടികളോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് എക്സസൈസ് ചെയ്യൂ എന്ന് പറഞ്ഞു. സോ ഇത് എന്തല്ലാന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ്, എപ്പോഴും ഇതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്, ഇതൊരു കമാൻഡ് ആണ്. സോ കമാൻഡ് വരുമ്പോ സെന്റൻസ് എങ്ങനെയായിരിക്കണം? കമാൻഡ് വരുമ്പോ സെന്റൻസ് എങ്ങനെയായിരിക്കണം? ടു ഡുവോ നോട്ട് ടു ഡുവോ. മനസ്സിലായോ? ടുവോ നോട്ട് ടുവോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരണം. ഇമ്പരറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ ടുവോ നോട്ട് ടുവോ ആയിരിക്കണം കൺജങ്ഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ്, കണ്ടോ ഡു എന്നാണ് വന്നിരിക്കുന്നത്. ടൂവും വന്നിട്ടില്ല, നോട്ട് ടു വന്നിട്ടില്ല. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ടൂവിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, നോട്ട് ടുവിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലായിടത്തും ടു ഡു വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ അല്ലെ. ഇനി ഓരോന്നിലെയും തെറ്റുകൾ നമുക്ക് നോക്കാം. ദ ടീച്ചർ ടോൾഡ് ടു ദി സ്റ്റുഡൻസ് ടു ഡു ദി എക്സസൈസ് അറ്റ് ഹോം. ഇവിടെ എന്താ വരിക? നോക്കിക്കേ, ടോൾഡ് ടു ഉപയോഗിക്കില്ല. മനസ്സിലായോ? ടോൾഡ് ദി സ്റ്റുഡൻസിനെ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഇതും തെറ്റാണ്. ടോൾഡ് ടു എന്ന് ഉപയോഗിക്കില്ല. എപ്പോഴും ഓർക്കുക, റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെഡിന്റെ കൂടെ നിങ്ങൾക്ക് ടു ഉപയോഗിക്കാം, ടോൾഡിന്റെ കൂടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടു ഉപയോഗിക്കരുത്. അപ്പം ടോൾഡ് ടു തെറ്റാണ്. സെഡിന്റെ കൂടെ ടു വേണം, സോ ടു ഇല്ല, ഇതും തെറ്റാണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി. വളരെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് അല്ലെ, നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങും, പക്ഷെ ഇപ്പുറത്താണ് വളരെ ചെറിയൊരു മിസ്റ്റേക്ക് കിടക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതും കുട്ടികളെ ഒന്ന് ചിന്തിപ്പിച്ചു ഈ ചോദ്യം. ഇപ്പൊ ഇവിടെ കിടക്കുന്നത് സെഡ് ടു ആണ്, സോ ഇവിടെ സെഡ് വരണ്ടേ എന്നൊക്കെ ചിന്തിച്ച കുട്ടികളുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, സെഡിന്റെ കൂടെ ടു വരണം, പക്ഷെ ടോൾഡിന്റെ കൂടെ ടു വരാൻ പാടില്ല. ഈ ഒരു ബേസിക് കാര്യം അറിയാമെങ്കിൽ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷനാണ് അവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹി വാസ് ചാർജ് ഡാഷ് സ്റ്റീലിംഗ് എ ലോഫ് ഡാഷ് ബ്രെഡ്. ഒരു ബ്രെഡിന്റെ കഷ്ണം മോഷ്ടിച്ചതിന് അവനെ എന്ത് ചെയ്തു? ചാർജ് ചെയ്തു, അവന് കുറ്റം ആരോപിക്കപ്പെട്ടു. സോ ഇവിടെ ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറയാൻ നമുക്കറിയാം അല്ലെ. സോ ഓഫ് വരുന്ന ഓപ്ഷൻസിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ബിയും സിയും തെറ്റാണ്. പക്ഷേ ഇവിടെ ഫോർ ആണോ വിത്ത് ആണോ എന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട് വന്നു. ചാർജിന്റെ കൂടെ ഫോർ അല്ല, വിത്ത് ആണ് വരിക. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഹി വാസ് ചാർജ്ഡ് വിത്ത് സ്റ്റീലിംഗ് എ ലോഫ് ഓഫ് ബ്രെഡ്. മനസ്സിലായോ? ഹി വാസ് ചാർജ്ഡ് വിത്ത് സ്റ്റീലിംഗ് എ ലോഫ് ഓഫ് ബ്രെഡ്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വളരെ ടൈം എടുത്തിട്ടായാലും ബേസിക്സ് സ്ട്രോങ് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. CSEB-കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും അവസരങ്ങളുടെ ചാകര തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. സോ എത്രയും പെട്ടെന്ന് തന്നെ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പരീക്ഷകൾ എഴുതുക. ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ വർഷം തുടങ്ങിയിട്ട് എല്ലാ സൺഡേസും നമുക്ക് എക്സാം ആണ്. ഡിസംബർ മുതലേ അങ്ങനെയാണ് അല്ലെ. എല്ലാ സൺഡേസും എക്സാം ഉണ്ട്. എത്രത്തോളം എക്സാംസ് വരുന്നുണ്ട്, വീണ്ടും പുതിയ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക. അവസരങ്ങളെ തിരിച്ചറിയുക, അത് ഗ്രാബ് ചെയ്യുക. നിങ്ങളുടെ ചലഞ്ചസ് അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ ചലഞ്ചസ് തന്നെയാണ്. അതിനെ തിരിച്ചറിഞ്ഞ് അവസരങ്ങളെ സ്വീകരിച്ച് വാശിയോടുകൂടി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബിഗിനേഴ്സ് ബാച്ച് തുടക്കക്കാർക്ക് മുതൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തരുന്ന കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ CSEB ബിഗിനേഴ്സ് ബാച്ച് വളരെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്ന ഒരു ബാച്ചാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഓരോ പരീക്ഷയ്ക്കും പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ റിസൾട്ട്സും അതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. കഴിഞ്ഞ മാസമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് 2 ഫസ്റ്റ് റാങ്കും 2 സെക്കൻഡ് റാങ്കും ആണ് CSEB വെഞ്ചറിൽ ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനും അത് തന്നെയാണുള്ളത്. റിസൾട്ട്സ് ചൂസ് ചെയ്യുക, ആദ്യ റാങ്കുകളിലെത്തുക, ജോലിയിലേക്ക് കയറുക. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ബിഗിനേഴ്സ് ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.